മനസ്സിന്റെ സമാധാനത്തിനായി ആഴത്തിലുള്ള വിശ്രമവും ആത്മശാന്തിയും നൽകുന്ന 6 യോഗാസനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ബാലാസനം എന്ന് വിളിക്കപ്പെടുന്ന ചൈൽഡ് പോസ്. അത്യന്തം ആശ്വാസം നൽകുന്ന ഒരു യോഗാസനമാണ് ബാലാസനം. ബാലാസനം നമ്മുടെ നട്ടെല്ലിന് വിശ്രമം നൽകാനും തലച്ചോറിനെ ശാന്തമാക്കാനും ക്ഷീണം ലഘൂകരിക്കാനും സഹായിക്കുന്നു. ഉള്ളിലേക്ക് ചുരുണ്ടുകൂടി ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ബാലാസനം സുരക്ഷിത ബോധവും വൈകാരിക അടിത്തറയും സൃഷ്ടിക്കുന്നു. നമ്പർ 2, വിപരീത കരണി എന്നറിയപ്പെടുന്ന ലെഗ് അപ് ദി വാൾ പോസ്. രക്തയോട്ടം തിരിച്ചുവിടുന്നതിലൂടെയും ശരീരത്തെ നിലത്ത് താങ്ങി നിർത്തുന്നതിലൂടെയും ക്ഷീണിച്ച കാലുകൾക്ക് ആശ്വാസം നൽകുകയും വിശ്രമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ ആസനം നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുന്നതിനും മനസ്സിനെ ശാന്തമാക്കുന്നതിനും മികച്ചതാണ്. നമ്പർ 3, കാറ്റ് കൗ സ്ട്രെച്ച്. മൃദുവായ നട്ടെൽ പ്രവാഹം ചലനത്തെ ശ്വാസവുമായി ബന്ധിപ്പിക്കുന്നു. അടിഞ്ഞുകൂടിയ സമ്മർദ്ദം ഒഴിവാക്കുവാനും താളാത്മകമായ ചലനം ഉത്കണ്ഠകൾ ഉണ്ടാക്കുന്ന ചിന്തകളെ ശമിപ്പിക്കുവാനും പുറം, കഴുത്ത്, തോളുകൾ എന്നിവയിലെ പേശി പിരിമുറുക്കം ലഘൂകരിക്കുവാനും സഹായിക്കുന്നു. നമ്പർ 4, പശ്ചിമോത്താസനം, അതായത് സിറ്റഡ് ഫോർവേഡ് ബെൻഡ്. മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ആസനമാണ് പശ്ചിമോത്താസനം. പുറകിനെയും തുടയിടുക്കുകളെയും വലിച്ചു നീട്ടുന്ന ഒരു ശാന്തമായ ആസനമായ പശ്ചിമോത്താസനം സ്വാഭാവികമായും ആത്മപരിശോധനയുടെയും സമർപ്പണവും പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഹൃദയമിടിപ്പ് മന്ദഗതിയിലാക്കുകയും മാനസിക സംഭാഷണങ്ങളെ ശാന്തമാക്കുകയും ചെയ്യുന്നു. നമ്പർ 5, റിക്ലൈനിങ് ബൗണ്ട് ആംഗിൾ പോസ്. ആഴത്തിലുള്ള വിശ്രമവും മാനസികമായ മോചനവും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് കോർട്ടിസോൾ നില കുറയ്ക്കുകയും ഉത്കണ്ഠ ശമിപ്പിക്കുകയും ചെയ്യുന്നു. നമ്പർ 6, ശവാസനം. സമ്പൂർണ്ണ വിശ്രമത്തിനുള്ള ആസനമാണ് ശവാസനം. ശരീരത്തിന്റെ ഓരോ ഭാഗവും ഉദ്ദേശപൂർവ്വം ശാന്തമാകുന്നതിനാൽ ഈ ആസനം പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം സജീവമാകാൻ സഹായിക്കുന്നു. സമർപ്പണവും നിശ്ചലതയും നിറഞ്ഞ ഈ ശവാസനം ഇന്നർ പീസിനെ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു.